ഹലോ ഗായ്സ്, ഞാനിപ്പം ഫേസ്ബുക്ക് തുറക്കുമ്പം ഇൻസ്റ്റ തുറക്കുമ്പം എല്ലാവരും വിജയ്, തൃഷ ഇവരുടെ ഈ ഒരു ബന്ധത്തെ പറ്റി ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള നെഗറ്റീവ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിത് പണ്ടാണെങ്കിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ഈ ഒരു ബന്ധത്തെ കാണത്തുള്ളൂ, ഒരു 2 വർഷം മുന്നേ ആണെങ്കിൽ. പക്ഷേ ഇപ്പം എൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ഡൈനാമിക്സ്, ഒരു കാഴ്ചപ്പാട് മൊത്തമായിട്ട് മാറി. അപ്പോൾ എനിക്ക് അതിനകത്ത് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ ആൾക്കാർക്കും എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഒരു സാധനത്തിനും ഒരേപോലെ നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. ഒരു സാധനം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. അതാണ് ഇതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരാൾ, ഇപ്പം വിജയുടെ ഏജിലുള്ള ഒരാൾ വിചാരിക്കും, ഇതിപ്പോൾ വിജയിനെ ന്യായീകരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ വിജയുടെ വേണ്ട, ഇപ്പം എൻ്റെ ഏജിലുള്ള ഒരാളെ വിചാരിക്കും. 30 വയസ്സായി എനിക്ക്, ഞാനിപ്പം കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ 30 വയസ്സായിട്ടുള്ള ഒരു ആണിൻ്റെ പേഴ്സ്പെക്റ്റീവിന് ഞാനിത് പറയാം, പെണ്ണിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്നും പറയാം. അപ്പോൾ കൂടുതൽ പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ആണുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഈ ഡിവോഴ്സും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സും ഒക്കെ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആണുങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും പറയുന്നത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്, പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് മാറി പെണ്ണുങ്ങൾ മാറി ചിന്തിക്കേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ എനിക്ക് 30 വയസ്സായി. അപ്പോൾ ഒരു 2018-ലോ 2017-ലോ ഒക്കെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് വിചാരിക്കുക. അതായത് ഒരു 20-22 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ഒരാൾ, അയാൾ പിന്നെ അങ്ങോട്ടേക്ക് ഒരു റാപ്പിഡായിട്ടുള്ളൊരു ഗ്രോത്താണ് ഉണ്ടാവുന്നത്. നമ്മുടെ ടെക്നോളജിയുടെ കാര്യത്തിലാവട്ടെ, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആവട്ടെ. അപ്പം ആ സമയത്ത് കല്യാണം കഴിച്ച മൈൻഡ് സെറ്റ് ആയിരിക്കില്ല ഇപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്തെ ചോയ്സ് ആയിരിക്കില്ല ഇപ്പോഴുള്ള ഒരാളുടെ ചോയ്സ്. ഇത് എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും പറ്റാം. കാരണം ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 2018-ലുള്ള ഞാനല്ല ഇപ്പോൾ ഉള്ളത്, ഒത്തിരി മാറ്റമുണ്ട്. അപ്പം ഒരു റിലേഷൻഷിപ്പ് നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ രണ്ടുപേരും ഒരേപോലെ വളരണം, അല്ലെങ്കിൽ ഒരേ രീതിയിൽ മാനസികമായി ചിന്തിക്കണം, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഒരു 2 കൊല്ലം കഴിയുമ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവും. പിന്നെ ആ പെൺകുട്ടി എന്ന് പറയുന്നത് ആ പിള്ളേരുടെ പുറകെ പോവും. ആണുങ്ങൾ അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോവും. ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എവിടെ കിട്ടുന്നു അങ്ങോട്ടേക്ക് മനുഷ്യന്മാർ പോവും. എല്ലാ കാര്യത്തിലും അതെ, ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ അങ്ങോട്ടേക്ക് മനുഷ്യന്മാർ ഓട്ടോമാറ്റിക്കായിട്ട് പോവും. പക്ഷേ ഇവിടെ സ്ത്രീകളെ ഇതിനെ തടഞ്ഞു നിർത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു മോറൽ വാല്യൂസാണ്. അതായത് മോറൽ പോലീസിങ് എന്നൊക്കെ പറയും. അതായത് ഇപ്പം സ്ത്രീകൾക്ക് തൻ്റെ ഭർത്താവിനേക്കാളും ബെറ്റർ ആയിട്ടൊരാളെ കാണുവാണെങ്കിൽ അവരുടെ കൂടെ ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സൊസൈറ്റി അങ്ങനെയാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണ് സോ കോൾഡ് ഇങ്ങനെ ബിഹേവ് ചെയ്യാവുള്ളൂ എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ സ്ത്രീകൾ ഇത് പുറത്ത് പോകുന്ന കാണാത്തത്, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് അധികം പോകുന്ന കാണാത്തത്. എന്നാലും അതിനെ ബ്രേക്ക് ചെയ്ത്, ഈ ഒരു തോട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ റിലേഷൻഷിപ്പിലെ സ്റ്റെബിലിറ്റി കാത്തു സൂക്ഷിക്കാൻ കുറച്ച് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരേപോലെ ആൾക്കാർ ഗ്രോ ആകാത്തതുകൊണ്ടാണ്. ഇനി ഒരേപോലെ ആൾക്കാർ ഗ്രോ ആവുകയാണെങ്കിൽ തന്നെയും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും കുറേ കാലം ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു 5-6 കൊല്ലമൊക്കെ ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പരിചിതത്വം വരികയും നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ന്യൂ ആയിട്ടുള്ള തിങ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു ആഗ്രഹം തോന്നും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ഒരിക്കലും ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പണ്ടാണെങ്കിൽ ദിവ്യപ്രേമം അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നേരം. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനോടേ ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് ബലിയാടാകപ്പെടുന്നത് സ്ത്രീകൾ, അതുപോലെ തന്നെ പ്രവാസ ജീവിതം നയിക്കുന്ന പുരുഷന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇതിനകത്ത് ബലിയാടാക്കപ്പെടുന്നുണ്ട്. അപ്പം ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബലിയാടാക്കപ്പെടുന്ന ആൾക്കാർ അവർ മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവരുടെ കരിയറും അവരുടെ ഇതും എല്ലാം മാറ്റി വെച്ച് ഒരാൾക്ക് വേണ്ടി ജീവിച്ച്, അയാൾക്ക് വേണ്ടി പണിയെടുത്ത്, അയാൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി വെച്ച്, അയാളുടെ ഡ്രസ്സൊക്കെ അലക്കി, അയാളുടെ കുഞ്ഞിനെ നോക്കി പരിപാലിച്ച്, അവരുടെ ജീവിതം അവരുടെ കരിയറെല്ലാം ബാക്കോട്ട് മാറ്റി വെച്ച് ഇത് ഇയാൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്നു. അങ്ങനെയുള്ളപ്പം എന്താ പറയുക, ചിലപ്പം ഭയങ്കരമായിട്ടുള്ള, അതായത് അവരുടെ ഫുൾ ലൈഫെ മാറ്റി വെച്ചിട്ടാണ് ഇവർ ഈ ആണുങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പം ആണുങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ടുള്ള
ഇവരുടെ ഗ്രോത്തിനെ ഹിൻഡർ ചെയ്തൊരു സാധനം, ഇവർ അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നു. അപ്പം അവർക്ക് തന്നെ ഒരു സെൽഫായിട്ടുള്ളൊരു ഞാൻ എന്തിനു ഇത്ര കാലം ഇതിനു വേണ്ടി നിന്നു എന്നൊക്കെ തോന്നുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പ്രവാസികളായിട്ടുള്ള ആളുകൾ, ഇവർക്ക് ഈ സെയിം സംഭവം തന്നെയാണ്. കുടുംബത്തിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് നടന്ന് അതായത് അവരവരുടെ ലൈഫ് മാറ്റി വെച്ച് അവരുടെ എൻജോയ്മെൻറ്റ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു ആൾക്ക് വേണ്ടിയിട്ട് ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഇതുപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ഇതുപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ബ്രേക്ക് ഡൗൺ എന്താ ഉണ്ടാവും. അപ്പം ഇതെന്ന് പറയുന്നത് ഇത് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതായത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എവിടെ കിട്ടുന്നു, എന്ത് കാര്യത്തിൽ കിട്ടുന്നു, അങ്ങോട്ടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ അട്രാക്ട് ചെയ്യപ്പെട്ടു പോകും. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് പലപ്പോഴും ഞാൻ എങ്ങനെ ഇത് റിക്കവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയാണെങ്കിൽ അതിന് ഞാൻ എങ്ങനെ റിക്കവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെക്കാളും പല പല കാര്യങ്ങൾ കൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഓർത്ത് അതിനകത്തുനിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതിനകത്തുനിന്ന് പഠിച്ചൊരു പാഠം. പക്ഷെ നമ്മളിത് പറയുന്ന പോലെയല്ല, ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. അപ്പം ഈ നടപ്പിലാക്കുന്നതിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ അവിഹിതം എന്ന് പറയുന്ന സാധനം ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നു. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. അതായത് കുറേ മനുഷ്യന്മാർക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിൽ അവർ ബെറ്റർ ചോയ്സ് കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു. അതിന് അവർ ചില സമയങ്ങളിൽ ഈ മറ്റുള്ളവരെ കണ്ടില്ലെന്ന് അടിക്കും, മറ്റുള്ളവരുടെ എഫേർട്ടൊന്നും കണ്ടില്ലെന്ന് അടിക്കും. പക്ഷെ അത് എല്ലാ മനുഷ്യന്മാരും സ്വാർത്ഥരാണ്. അവരവർക്ക് വേണ്ടി മാത്രമേ നിൽക്കുന്നുള്ളൂ. അവരവർക്ക് വേണ്ടി മാത്രമേ എന്താ ഇങ്ങനെ അവരവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്ന ആൾക്കാരാണ് ഇതിനകത്ത് ബലിയാടാക്കപ്പെടുന്നത്. അപ്പം ഈ അവിഹിതം എന്ന് പറയുന്നതൊക്കെ ഒരു സോ കോൾഡ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഒത്തിരി ഗ്ലോറിഫൈ ഒന്നുമില്ല കാര്യമില്ല. അത് എല്ലാ കാലത്തും ഇവിടെ നടന്നുകൊണ്ട് പോയിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇപ്പം കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷനും എല്ലാം ഉള്ള ആളുകളുടെ ഇടയിലുള്ളതുകൊണ്ട് ആൾക്കാർക്ക് കുറേ കൂടെ ബെറ്റർ ഓപ്ഷനുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പം ഞാൻ പറയുന്നത് ഇത് മാരേജ് എന്ന് പറയുന്നത് ഒരു കൊളാപ്സ് ആയിട്ടുള്ള സിസ്റ്റമാണ് എന്നാണ് എനിക്കിതിനകത്തുനിന്ന് പറയാനുള്ളത്. അതുകൊണ്ട് ആരും ആരുടെയും സ്വന്തമാവുന്നില്ല ഒരു കാലത്തും. അതാണ് ഇതിനകത്ത് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സിലാക്കാവുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ കാര്യം നോക്കി നിൽക്കുവാണെങ്കിൽ കാര്യമുള്ളൂ. വേറെ ആൾക്കാർക്ക് വേണ്ടി നിന്നിട്ട് ഒരു കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, ബൈ ഗായ്സ്.